ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകലും പരിശുദ്ധാത്മാവിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് വിടുതലായി ചൈതന്യമായി മാറത്തക്ക നിലയിൽ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും വർധനവ് സംഭവിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. സംഖ്യാപുസ്തകം 23 അധ്യായം 20 വാക്യം, അനുഗ്രഹിക്കുക എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറിച്ചുകൂടാ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത്, ബിലയാമും ബാലാക്കും തമ്മിലുള്ള ആ വാക്കുകളും സംസാരങ്ങളും തിരുവെടുത്ത് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അതിനകത്തുനിന്ന് ശക്തമായി വെളിപ്പെടുത്തുന്ന ദൂത്, എനിക്ക് അത് മറിച്ചുകൂടാ. ദൈവത്തിൻ്റെ വാക്കായിട്ട് അതിനെ ഏറ്റെടുത്തുവാൻ എനിക്ക് അത് മറിച്ചുകൂടാ. ദൈവം പറഞ്ഞ ദൂതുകളും ദൈവം പറഞ്ഞ ആലോചനകളും മാറ്റുവാൻ പറ്റാത്തതും തിരുത്തുവാൻ കഴിയാത്തതും തുടച്ചു നീക്കാൻ പറ്റാത്തതും വെട്ടിക്കളയുവാൻ സാധിക്കാത്തതുമായ ചില അനുഗ്രഹങ്ങൾ, നന്മകൾ, ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ദൂത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പകരുക. എനിക്കത് മറിച്ചുകൂടാ, എനിക്കത് നീക്കം ചെയ്യാൻ പറ്റത്തില്ല. കാരണം വാക്ക് പറഞ്ഞു, വാഗ്ദത്തം കൊടുത്തു, അതങ്ങനെ തന്നെ സംഭവിക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ അത് ദൂതായി പുറപ്പെടുമ്പോഴും ആലോചനയായി പുറപ്പെടുമ്പോഴും ഹൃദയത്തിൻ്റെ തലങ്ങളിൽ അത് പകരപ്പെടുമ്പോഴും അത് എന്നും രഹസ്യമായും ഒളിപ്പിക്കുന്ന തലത്തിൽ ആയിരിക്കത്തില്ല. ദൈവം അതിനെ പുറത്തു കൊണ്ടുവരും. വെളിപ്പെടുത്താതെ തകർത്ത് കളയുവാൻ ആർക്കും അത് കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം കേട്ട ദൂതുകൾ, കേട്ട ആലോചനകൾ, ദൈവശബ്ദങ്ങൾ, ദൈവത്തിൻ്റെ പൈതലേ, അതിൻ്റെ നിവർത്തികൾ കൂടാരത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കും. വചനം പറയുന്നു, അനുഗ്രഹിക്കുവാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് ആ ദൂത് പകരുവാൻ, എനിക്ക് കൽപ്പന ലഭിച്ചത്, എനിക്ക് ദൈവത്തിൻ്റെ ആലോചന ലഭിച്ചത്, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ലഭിച്ചത് അനുഗ്രഹത്തിനാ. ദൈവത്തിൻ്റെ ശക്തമായ ദൂത്, ദൈവത്തിൻ്റെ പൈതലേ, അനുഗ്രഹത്തിനുള്ളത് ദൈവം തന്നു കഴിഞ്ഞിരിക്കുക. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പനകൾ, അതുണ്ടോ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്ന് പകൽ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്, ഏത് വിഷയത്തിൽ ആകുലപ്പെടുന്നത്, അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം കർത്താവ് കൽപ്പിച്ച് കഴിഞ്ഞിരിക്കുകയല്ലേ. എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ദൈവത്തിൻ്റെ പൈതലേ, ഭാരപ്പെടുന്ന വിഷയം, വളരെ ദുഃഖിക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് ദൈവം എന്തു പറഞ്ഞു? കർത്താവ് കൽപ്പന അതിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുകയല്ലേ. എനിക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള ആലോചന ലഭിച്ചു കഴിഞ്ഞിരിക്കുക. എന്നാൽ എനിക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല, എനിക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഞാനത് വിശ്വസിക്കുവാൻ തയ്യാറായാൽ എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ദൂത് മറിച്ച് കളയുക ആർക്കും കഴിയത്തില്ല. ദൈവിക വാഗ്ദത്തങ്ങളെ മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. മറിയോട് ദൂതൻ മുഖാന്തരം ദൈവത്തിൻ്റെ ആലോചന ലഭിച്ചു. നിനക്കൊരു ശിശു ജനിക്കുവാൻ പോകുന്നു, എന്നാൽ അത് മറിച്ചുകൂടാ, അതിനെ തുടച്ചു മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനം. ഹെരോദാവ് എഴുന്നേറ്റു തകർത്ത് കളയുക, എന്നാൽ അത് അസാധ്യം
സത്യമായിരുന്നു. ദൈവത്തിൻ്റെ പൈതലെ, എലിസബത്തിൻ്റെ മേൽ വാഗ്ദത്തം വെളിപ്പെട്ട സമയം വചനം പറയുന്നു 6 മാസം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാ. അത് ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ അതിനുശേഷം വീണ്ടും പുറത്തു കൊണ്ടുവന്നില്ലേ വാഗ്ദത്തം. നശിപ്പിക്കുവാനോ തകർത്ത് കളയാനോ ആർക്കും കഴിഞ്ഞില്ല. ഇന്ന് പകൽ ദൂത് ആഴമായി വിശ്വസിക്കട്ടെ. മോശയുടെ ജീവിതത്തിൽ നമുക്ക് വചനത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. 3 മാസം ഒളിപ്പിച്ചു വെച്ചു മോശെ. ദൈവത്തിൻ്റെ പേരിൽ വീണ്ടും പുറത്തു കൊണ്ടുവരേണ്ട അവസ്ഥ വന്നില്ലേ? ദൈവത്തിൻ്റെ ശബ്ദവിധ വാഗ്ദത്തം തന്നിട്ടുണ്ടോ അത് മറച്ചു കളയാൻ കഴിയത്തില്ല. അത് വെളിയിൽ വരും, അത് പുറത്തു വരും, അത് വെളിപ്പെട്ടു വരും. അതാ ദൈവത്തിൻ്റെ നീതി, അതാ ദൈവത്തിൻ്റെ ശക്തി, അതാ കർത്താവിൻ്റെ അധികാരം. അത് സംഭവിച്ചിരിക്കും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ദൂതേറ്റെടുക്കട്ടെ. എനിക്കത് മറിച്ചുകൂടാ. ദൈവത്തിൻ്റെ ശബ്ദമായി വിശ്വസിക്കട്ടെ, കർത്താവിൻ്റെ വാക്കായി വിശ്വസിക്കട്ടെ. എനിക്കത് മാറ്റുവാൻ കഴിയത്തില്ല, എനിക്കത് തിരുത്തുവാൻ കഴിയത്തില്ല. ദൈവം കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാ. എൻ്റെ വിഷയത്തെക്കുറിച്ച് എനിക്ക് ആലോചന ലഭിച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് ധൈര്യപ്പെടാം, എനിക്ക് ബലപ്പെടാം. അതെൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. അങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുക. ദൈവം സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്ക് സ്തോത്രം. ജനത്തെ സഹായിക്കണം. ഇന്ന് കേൾപ്പിച്ച ദൂത് പോലെ വാഗ്ദത്തം തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം കൽപ്പിച്ചത് കർത്താവേ അത് സംഭവിക്കുമല്ലോ. അതിൻ്റെ നിവൃത്തി കർത്താവേ ഈ ദിവസങ്ങളിൽ ജനത്തിൻ്റെ മേൽ സംഭവിക്കണം. വചനം കേൾക്കുന്നവരുടെ മേൽ അത് വെളിപ്പെട്ടു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.